പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയത്തിനായി ആവർത്തന പുസ്തകം 1-ാം അധ്യായം 31-ാം വാക്യം നമുക്ക് വായിക്കാം. ഒരു മനുഷ്യൻ തൻ്റെ മകനെ വഹിക്കുന്ന പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴികളിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ദൈവമക്കളെ, ഇസ്രായേൽ മക്കൾ മിസ്രയീമിൽ നിന്ന് യാത്ര തിരിച്ച അന്നു മുതൽ യഹോവയായ ദൈവം അവരെ കരങ്ങളിൽ വഹിക്കുകയാണ് ചെയ്തത്. രാത്രി മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, പകൽ മേഘസ്തംഭം അവരെ മരുഭൂമിയിൽ കൂടെ നടത്തി. മന്നായും കാടപ്പക്ഷിയും അവർക്ക് കൊടുത്തു. സ്വർഗീയ ഭോജനങ്ങളെ കൊടുത്ത് അവരെ നടത്തി. ചെങ്കടലിനെ ഭാവിച്ച് അവരെ വഴിനടത്തി. മാറയെ മധുരമാക്കി അവർക്ക് കുടിക്കുവാൻ വെള്ളം കൊടുത്തു. അങ്ങനെ വളരെയധികം അത്ഭുതങ്ങൾ ചെയ്ത് ദൈവം അവരെ നടത്തി. ഹല്ലേലൂയ. രാത്രി അഗ്നിയിലും പകൽ മേഘത്തിലും ഇസ്രായേൽ മക്കൾക്ക് മുമ്പായി നമ്മുടെ ദൈവം നടക്കുകയാണ്. അങ്ങനെ ദൈവം നടത്തി. ഹല്ലേലൂയ. ദൈവം അവരെ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരോട് പറയുകയാണ്, നിങ്ങൾ പോയി കനാൻ ദേശം ഉറ്റുനോക്കുക. ആ ഉറ്റുനോക്കുവാൻ അവരെ 12 ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തരെ ഹല്ലേലൂയ അവരെ എടുത്തിട്ട് കനാൻ ദേശം ഉറ്റുനോക്കുവാനായി ദൈവം അവരെ പറഞ്ഞു വിടുകയാണ്. അവരവിടെ ചെന്നിട്ട് അവർ പറയുകയാണ്, അവർ നമ്മേക്കാൾ വലിയവരും ദീർഘകായികന്മാരും പട്ടണങ്ങൾ വലിയവയും ആകാശത്തോളം എത്തുന്ന മതിലുള്ളവയുമാകുന്നു. ഞങ്ങൾ അവിടെ അനാഖ്യരെ കണ്ടു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഹല്ലേലൂയ. ഇവിടെ അവർ കൂടാരത്തിൽ വെച്ച് പിറുപിറുക്കുകയാണ്. നമുക്ക് അവരോട് യുദ്ധം ചെയ്ത് അവരുടെ മുമ്പിൽ നമുക്ക് ജയിക്കുവാൻ കഴിയില്ല എന്ന് അവർ പറയുകയാണ്. പക്ഷേ ഹല്ലേലൂയ, കാലേബും മോശയും ഹല്ലേലൂയ എന്റെ ദൈവമായ യഹോവയെ അവർ വിശ്വസിക്കുകയാണ്. ദൈവമാണ് നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്, ദൈവമാണ് നമുക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നത് എന്ന് അവർ വിശ്വസിച്ചില്ല. അതുകൊണ്ട് ഹല്ലേലൂയ അവർക്ക് എല്ലാവർക്കും കനാനിൽ പ്രവേശിക്കുവാനായിട്ട് കഴിഞ്ഞില്ല. കാലേബ് എന്താണ് ചെയ്തത്? അവൻ പൂർണ്ണമായി യഹോവയോട് പറ്റിയത് കൊണ്ട് അവനും അവന്റെ പുത്രന്മാർക്കും അവൻ ചവിട്ടിയ ദേശം അവൻ കൊടുക്കുമെന്ന് സത്യം ചെയ്തു. കാലേബ് അവന്റെ ജീവിതയാത്രയിൽ അവൻ പൂർണ്ണമായി ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുകയാണ് ചെയ്തത്. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ പൂർണ്ണമായി ദൈവത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുന്നു എങ്കിൽ ദൈവം നമുക്കും നമ്മുടെ മക്കൾക്കും ഹല്ലേലൂയ എല്ലാ അവകാശങ്ങളും തരുമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്തതാണ്. അതാണ് ദാവീദിനോട് 132-ാം സങ്കീർത്തനം 10-ാം വാക്യത്തിൽ ദാവീദിനോട് ദൈവം ഒരു ഉടമ്പടി ചെയ്യുകയാണ്. എന്താണ് ഉടമ്പടി? നിന്റെ മക്കൾ എന്റെ വചനങ്ങളെ അനുസരിക്കുന്നുവെങ്കിൽ, നിന്റെ മക്കൾ എന്റെ വചനങ്ങളെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ നീ ഇസ്രായേലില് എന്നേക്കും നിന്റെ മക്കള് അധികാരത്തിൽ ഇരിക്കുമെന്ന് ദൈവം അവർക്ക് വാഗ്ദത്തം കൊടുക്കുകയാണ്. ദൈവം വാഗ്ദത്തം കൊടുത്തത് എന്താണ്? ഹല്ലേലൂയ. ഇസ്രായേലില് നിന്റെ മക്കൾ സ്ഥിരമായി അധികാരത്തിലിരിക്കും, രാജ്യസ്ഥാനത്തിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ എന്ന് പറയുകയാണ്. പക്ഷേ ദാവീദിന്റെ മകനായ ശലോമോൻ ഇസ്രായേൽ രാജാവായി. ശലോമോന് ശേഷം ശലോമോൻ എന്താണ്? അവൻ പ്രായാധിക്യത്തിലായപ്പോൾ ഹല്ലേലൂയ ഫറവോന്റെ ഭാര്യമാരുടെ ഫറവോന്റെ മകളുടെ വാക്ക് കേട്ട് ഹല്ലേലൂയ അന്യദേവന്മാരെ ആരാധിക്കുവാനായി പോവുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അവൻ മാറിപ്പോവുകയാണ്. അതുകൊണ്ട് അവന്റെ മക്കൾക്ക് കിട്ടേണ്ട നന്മകൾ ഇസ്രായേൽ ഗോത്രത്തിലെ ഒരു ഗോത്രം മാത്രമാണ് അവന്റെ മകന് വേണ്ടി ദൈവം കൊടുത്തത്. ഹല്ലേലൂയ. അവനിൽ പൂർണ്ണമായി ദൈവത്തോട് പറ്റിച്ചേരാതെ അവൻ ജീവിക്കുകയാണ് നമ്മൾ കാണുകയാണ്. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തില് ഞാൻ മിസ്രയീമ്യരോട് ചെയ്തത് നിങ്ങൾ ചെയ്തതും നിങ്ങളെ കഴുകന്മാരുടെ ചിറകിന്മേൽ വഹിച്ച് എന്റെ അടുക്കൽ വരുത്തിയതും നിങ്ങൾ കണ്ടുവല്ലോ. അവിടെ വച്ച്
പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം 4-ാം വാക്യത്തിൽ യഹോവയായ ദൈവം പറയുകയാണ്, ഞാൻ മിസ്രൈമ്യരോട് ചെയ്തത് നിങ്ങൾ കണ്ടല്ലോ. മിസ്രൈമ്യരോട് അവിടെ അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് അവരെ കൊന്നുകളഞ്ഞത്, ഹല്ലേലൂയ, ആദ്യ ജാതകന്മാരെ കൊന്നുകളഞ്ഞത് നിങ്ങൾ കണ്ടു. അങ്ങനെ അവരോട് ചെയ്തത് നിങ്ങൾ കണ്ടില്ലേ? അവിടുന്ന് ഞാൻ നിങ്ങളെ എങ്ങനെയാണ് കൊണ്ടുവന്നത്? ഹല്ലേലൂയ, കഴുകൻ ചിറകിന്മേൽ വഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ കൊണ്ടുവരികയാണ്. കഴുകൻ ചിറകിന്മേൽ അത്ര ഉയരത്തില് ഒരു പരിക്കും പറ്റാത്ത വണ്ണം കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്മേൽ വഹിക്കുന്ന പോലെ ഞാൻ നിങ്ങളെ വഹിച്ച് ഇവിടം വരെ കൊണ്ടുവന്നില്ലേ എന്ന് ദൈവം അവരോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. യെശയ്യാപ്രവചനം 46-ാം അധ്യായം 3-ാം വാക്യത്തിൽ ഗർഭം മുതൽ വഹിക്കപ്പെട്ടവരും ഉദരം മുതൽ ചുമക്കപ്പെട്ടവരുമായ യാക്കോബ് ഗ്രഹവും ഇസ്രായേൽ ഗ്രഹത്തിൽ ശേഷിച്ചിരിക്കുന്ന എല്ലാവരുമായുള്ളവരെ എന്റെ വാക്കുകൾ കേൾപ്പീൻ. നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യനും തന്നെ. ഇവിടെ യഹോവയായ ദൈവം പറയുകയാണ്, നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യനാണ്. ആരായ നിങ്ങളോട് കൂടെ ഇസ്രായേൽ ദൈവത്തിന്റെ വചനങ്ങളെ നിങ്ങൾ കേട്ട് അനുസരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ വാർദ്ധക്യം വരെ ഞാൻ അനന്യനാണ്. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുമെന്ന് ദൈവം നമ്മോട് പറയുകയാണ്. വാർദ്ധക്യത്തിൽ വരെ ദൈവം നമ്മോട് അനന്യയാണ്. മാറാത്തവനാണ്, അവൻ മാറ്റമില്ലാത്തവനാണ് ദൈവം എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമ്മുടെ ജീവിതയാത്രയിൽ ദൈവമക്കളെ എപ്പോഴും 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 ദൈവത്തിന്റെ വചനങ്ങളെ, ഹല്ലേലൂയ, ദൈവത്തിന്റെ വചനങ്ങളെ നമ്മൾക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോട് എപ്പോഴും എപ്പോഴും നമ്മുടെ യാത്രയിൽ ഉടനീളം, ഹല്ലേലൂയ, നമ്മുടെ മരണം വരെ നമ്മളെ വഹിക്കുമെന്ന് ദൈവം നമ്മോട് ഉറപ്പ് തന്നുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിച്ച് അവൻ നമ്മോട് പറ്റിയിരിക്കുന്നുവെങ്കിൽ, കാലേബ് ദൈവത്തോടു കൂടെ പറ്റിയിരുന്ന പോലെ അവന്റെ വചനങ്ങളെ അനുസരിച്ച് നമ്മൾ പറ്റിയിരുന്നപ്പോൾ, ഹല്ലേലൂയ, പറ്റിയിരിക്കുന്നുവെങ്കിൽ ദൈവം നമുക്ക് എല്ലാ നന്മകളും ചെയ്യുമെന്ന് ദൈവം നമുക്ക് വാഗ്ദത്തം ചെയ്യുകയാണ്. ഹോശിയ പ്രവചനം 11-ാം അധ്യായം 1 മുതൽ 3 വരെ വാക്യങ്ങൾ, ഇസ്രായേൽ ബാലനായിരുന്നപ്പോൾ ഞാൻ അവനെ സ്നേഹിച്ചു, മിസ്രൈമിൽ നിന്ന് എന്റെ മകനെ വിളിച്ചു. അവരെ വിളിക്കുന്നതോറും അവർ വിട്ടകന്നുപോയി. ഹല്ലേലൂയ. ഇസ്രായേൽ ബാലനായ ഇസ്രായേൽ ജനത്തെ അവൻ മിസ്രൈമിൽ ഇരുന്നപ്പോൾ തന്നെ എന്റെ ദൈവം വിളിക്കുകയാണ്. അവരെ വിളിക്കുന്നതോറും ദൈവം ഇങ്ങനെ അവരെ വിളിക്കുന്നതോറും ദൈവത്തിൽ നിന്ന് അവർ അകന്നകന്നു പോവുകയാണ്. ബാൽ ബിംബങ്ങൾക്ക് അവർ ബലി കഴിച്ചു, വിഗ്രഹങ്ങൾക്ക് ധൂപം കാട്ടി. ഞാൻ എഫ്രേമിനെ നടപ്പാൻ ശീലിപ്പിച്ചു, ഞാൻ അവരെ എന്റെ ഭുജങ്ങളിൽ എടുത്തു. ഇവിടെ ദൈവം പറയുകയാണ്, ഞാൻ അവരെ എന്റെ ഭുജങ്ങളിൽ എടുത്താണ് ഇവിടെ കൊണ്ടുവന്നിരുന്നത്. ദൈവമക്കളെ, ഒരപ്പൻ തന്റെ മക്കളെ ഭുജങ്ങളിൽ വഹിക്കുന്ന പോലെ ദൈവം തന്റെ ഭുജങ്ങളിൽ എടുത്താണ് ദൈവമക്കളെ നമ്മൾ ദൈവഭാഗത്ത് ആവുമ്പോൾ, നമ്മൾ ദൈവത്തോട് ചേർന്ന് നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ ഭുജങ്ങളിൽ എടുത്താണ് ദൈവം നമ്മളെ നടത്തുന്നത് എന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തനം 28-ാം അധ്യായം 9-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് പറയുകയാണ്, ഹല്ലേലൂയ, അവരെ മേച്ചെന്നേക്കും അവരെ വഹിക്കണമേ. നിന്റെ ജനത്തെ രക്ഷിച്ച് നിന്റെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. അവരെ മേച്ചെന്നേക്കും അവരെ വഹിക്കണമേ. ദൈവമക്കളെ, ഇസ്രായേൽ ജനത്തെ അവരെ മേയിച്ച് അവരെ നടത്തുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്ന് ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. നമുക്ക് നമ്മുടെ കുറിവാക്യത്തിലേക്ക് വരാം. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്ന പോലെ, ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്ന പോലെ, ഹല്ലേലൂയ, നിങ്ങളെ ഈ സ്ഥലത്തെത്തുവോളം, ഹല്ലേലൂയ, ദൈവം തന്റെ ഭുജങ്ങളിൽ വഹിച്ച് ദൈവം നമ്മെ ഇവിടെ എത്തിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആവർത്തന പുസ്തകം മോശ എഴുതിയപ്പോൾ മോശ പറയുകയാണ്, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ ഒരു അപ്പൻ തന്റെ കുഞ്ഞിനെ മാറിടത്തിൽ ചുമന്ന് നടത്തുന്ന പോലെ ദൈവം നമ്മെ ചുമന്ന് കൊണ്ടുവരികയാണ്.
ഹല്ലേലൂയ. വീണ്ടും യെശയ്യായിൽ പറയുകയാണ്, കഴുകൻ തന്റെ കുഞ്ഞുങ്ങളെ ചെറുകന്മേൽ വഹിച്ച് കൊണ്ടുവരുന്ന പോലെയാണ് ദൈവം നമ്മെ കൊണ്ടുവന്നത്. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭമായി അവരെ വെയിൽ കൊള്ളാതെ അവർക്ക് വെട്ടം കാണിച്ച് ദൈവത്തിന്റെ സാന്നിധ്യത്തോടു കൂടിയാണ് ദൈവം അവരെ കൊണ്ടുവിടുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം എപ്പോഴൊക്കെ ഉണ്ടോ അവിടെ നിൽക്കുന്നുവോ, മേഘം എപ്പോഴവിടെ നിൽക്കുന്നുവോ അവരവിടെ കൂടാരമടിക്കും. ഹല്ലേലൂയ. അവർക്ക് കാട കൊടുത്തു, അവർക്ക് മന്ന കൊടുത്തു, ഭക്ഷണം കൊടുത്തു, വസ്ത്രം എല്ലാം ദൈവം അവർക്ക് പ്രൊവൈഡ് ചെയ്തു. അങ്ങനെ ദൈവം നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ ദൈവത്തോട് പറ്റിച്ചേർന്ന് ഇരിക്കുന്നുവെങ്കിൽ ഒരു മകനെ ഒരു മകനെ മനുഷ്യനെ ഒരു കുട്ടിയെ തന്റെ അപ്പൻ വഹിക്കുന്ന പോലെ ദൈവം നമ്മെ വഹിക്കുമെന്ന് ദൈവത്തിന്റെ വചനത്തിൽ നമ്മെ ഓർപ്പെടുത്തുകയാണ്. ആവർത്തനം 33 3 വാക്യം, യഹോവയുടെ സകല വിശുദ്ധന്മാരും അവന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ദൈവമക്കളെ, നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നുവെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത്. ആ കരത്തിൽ നിന്ന് നമ്മെ പിടിക്കുവാൻ ആർക്കും കഴിയില്ല. സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മുടെ ജീവിതയാത്രയിൽ ഉടനീളം ദൈവത്തോട് ദൈവത്തോട് പറ്റിച്ചേർന്നിരുന്ന പോലെ ദൈവത്തോട് പറ്റിച്ചേർന്ന് അവന്റെ വചനങ്ങളെ ഭക്ഷിച്ച് അവനിൽ ആശ്രയിച്ച് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ മരണം വരെ ജീവപര്യന്തം അനന്യനാണ് നമ്മുടെ ദൈവമെന്ന വാക്യത്തിൽ ദൈവം നമ്മെ ഓർപ്പെടുത്തുകയാണ്. അനന്യനായ ദൈവം മരണം വരെ ജീവപര്യന്തം നമ്മെ സൂക്ഷിക്കുവാൻ അവന് ശക്തനാണ്. ദൈവവചനങ്ങളാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. ദൈവം അങ്ങനെ ചെയ്തിരിക്കാനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ കർത്താവേ.